അത്രയ്ക്ക് ദേഷ്യമുണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ആ കുഞ്ഞിൻ്റെ 2 കൈ ഒടിഞ്ഞ ഫോട്ടോയൊക്കെയാണ് പുറത്ത് വന്നത്. ഇത് പോയിട്ട് ആ കുഞ്ഞിൻ്റെ പല സ്വകാര്യ ഭാഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് എറിഞ്ഞു പോന്നിരിക്കണം. എന്തിനൊക്കെയാണ് നടക്കണത്? ഒരു പിഞ്ച് കുഞ്ഞില്ലേ, അതിനാകെ കരയാൻ മാത്രം അറിയാം, വേറെ ഒന്നും അറിഞ്ഞിടാത്തൊരു പിഞ്ച് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പിഞ്ച് കുഞ്ഞിനെ ദ്രോഹിക്കാൻ തോന്നി ഇവരെയൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളെന്നെ പറയാം എന്ത് ചെയ്യണം. എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഞാൻ പറഞ്ഞതാണ്, ഇവരെയൊക്കെ വെട്ടണം. അതായത് ജീവനോടെ ഇരിക്കാൻ തന്നെ ഇവരെ ഉടൻപിറപ്പ് ആ സാധനം കട്ട് ചെയ്യണം. ആ സുന്നാമിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. പെണ്ണിൻ്റെ ആണെങ്കിൽ അവിടെ നിന്ന് പകുതിയോട്ട് ഹോട്ടലിന് താരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവളെ ജീവനോടായിട്ട് നരകിപ്പിച്ച് കൊല്ലണം. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പകുതി 90% ഒരു പകുതിയുള്ള 80% കുറ്റകൃത്യങ്ങൾ ഇവിടെ കുറയും. ഇങ്ങനെയുള്ളവർക്ക് കേരളത്തിനല്ലോ കൊന്ന് എൻ്റെ സംതൃപ്തി ഞാൻ അടങ്ങി ജയിലിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 3 മാസം കിടക്കുന്നു, തിരിച്ചിറങ്ങി വരുന്നു, ഞാൻ എൻ്റെ പാടിന് നടക്കുന്നു, അടുത്ത കുട്ടിയെ കൊല്ലുന്നു. ഇതെല്ലാം ഇവിടെ നടക്കണത്. അല്ലാതെ ഇവിടെ ഒരു മൈരും വരാൻ പോണില്ല, ഒരു മാറ്റവും വരാൻ പോണില്ല. നല്ലൊരു സർക്കാരുണ്ടായി അതിനനുസരിച്ച് ഒരുത്തരെയും നോക്കാതെ ജനങ്ങളാണ് സർക്കാരിനെ നിയമിക്കുന്നത്. ആ ജനങ്ങൾക്ക് പട്ടി വില കൊടുക്കാത്ത, ജനങ്ങളുടെ വാക്കിന് വാല്യൂ കേൾക്കുന്ന ഒരു സർക്കാർ എന്തെങ്കിലും ഉണ്ടായ നാട് നന്നാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള 1000 എണ്ണം ഇനിയും ഉണ്ടാവും. 10,000 എണ്ണം ഉണ്ടായിക്കഴിഞ്ഞു, ഇതുപോലത്തെ 1000 എണ്ണം ഇനിയും ഉണ്ടാവും. എനിക്ക് വെറും പുച്ഛവും വിഷമവും മാത്രമേ ഉള്ളൂ. ആ പിഞ്ചു കുഞ്ഞിനെ ദ്രോഹിച്ചവരൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല. അവർ കുടുംബത്തോടെ വേരോടെ നരകിച്ച് തന്നെ മരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ കേരളം കാണും.